ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ സീരീസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ടോപ്പിക്കായിരുന്നു മെഷീൻ ടൂൾസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മെഷീൻ ടൂൾസിൽ തന്നെയുള്ള ബാക്കിയുള്ള മെഷീനുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെഷീൻ ടൂൾസിൽ തന്നെയുള്ള ഷേപ്പർ മെഷീനെ കുറിച്ചും അതേപോലെ തന്നെ സ്ലോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെയ്ത്ത് മെഷീനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മെഷീൻ ടൂൾസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഷേപ്പർ ആൻഡ് സ്ലോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. ഇന്ന് നമ്മൾ രണ്ട് മെഷീൻ ടൂളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഷേപ്പറും മറ്റൊന്ന് സ്ലോട്ടിംഗ് മെഷീനും. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഷേപ്പറിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഷേപ്പർ അല്ലെങ്കിൽ ഈ ഷേപ്പിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ ഷേപ്പർ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെസിപ്രൊക്കേറ്റിംഗ് ടൈപ്പ് ഓഫ് മെഷീനാണ്. ഫ്ലാറ്റ് സർഫസുകളൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷേപ്പർ മെഷീനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷേപ്പർ മെഷീന് സ്മോൾ സ്കെയിലാണ് അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ജോബുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഷേപ്പർ മെഷീനുകൾ ഉപയോഗിക്കുക. ഷേപ്പർ മെഷീൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കീവേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സ്പ്ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഷേപ്പർ മെഷീനുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഇതിൽ നമ്മളൊരു ഷേപ്പർ മെഷീൻ എടുക്കുകയാണെങ്കിൽ ആ ഷേപ്പർ മെഷീനിൽ രണ്ട് സ്ട്രോക്ക് ഉണ്ട്. ഒരു ഫോർവേഡ് സ്ട്രോക്കും അതേപോലെ തന്നെ ഒരു റിട്ടേൺ സ്ട്രോക്കും ഉണ്ട്. അപ്പോൾ ഈ റാമാണ് എന്ത് ചെയ്യുക, ടൂളിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് സ്ട്രോക്കിൽ, അത് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, ഞാൻ പറഞ്ഞു ഇതൊരു റെസിപ്രൊക്കേറ്റിംഗ് മെഷീനാണ്. അപ്പോൾ ഈ റെസിപ്രൊക്കേറ്റിംഗ് മെഷീനിൽ തന്നെ അതിൽ ഫോർവേഡ് സ്ട്രോക്കും അതേപോലെ തന്നെ റിട്ടേൺ സ്ട്രോക്കും ഉണ്ടാവും. ഇതിൻ്റെ ഫോർവേഡ് സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, ആ മെറ്റലിനെ അത് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏത് വർക്ക് പീസിനെയാണോ നമ്മൾ ഫ്ലാറ്റ് സർഫസ് ആക്കി ഫോം ചെയ്യുന്നത്, ആ ഭാഗത്തിനെ ഫോർവേഡ് സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, കട്ടിങ് സംഭവിക്കുന്നത്. ഇതിൻ്റെ റിട്ടേണിൽ, അതായത് ആ റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിട്ടേൺ സ്ട്രോക്കിൽ മെറ്റലിനെ ഒന്നും കട്ട് ചെയ്യുന്നില്ല. റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ ഫോം ചെയ്യുന്നത് ഒരു ഡ്രൈവ് വെച്ചിട്ടാണ്. ഒരു ഡ്രൈവിൻ്റെ റോട്ടറി മോഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെസിപ്രൊക്കേറ്റിംഗ് ആക്ഷൻ ഫോം ചെയ്യുന്നത്. ഫോർവേഡ് സ്ട്രോക്ക് എന്തായാലും ടൂള് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു സ്ലോവർ ആയിട്ടുള്ള മോഷൻ ആയിരിക്കും. എന്നാൽ റിട്ടേൺ സ്ട്രോക്കിൽ മെറ്റലിനെ ഒന്നും കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് ബാക്കിലോട്ട് പോയി വേഗം അത് തിരിച്ചു വരണം. സോ അങ്ങനെ വേഗം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഷേപ്പറിൽ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഇങ്ങനെ ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷനിൽ ബാക്ക് സ്ട്രോക്കുകൾ അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ടൂള് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഐഡിയ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ക്വിക്ക് റിട്ടേൺ മെക്കാനിസംസ് ആർ യൂസ്ഡ് ഇൻ, ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ഷേപ്പറാണ്. എന്തുകൊണ്ടാണ് ഷേപ്പറിൽ ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള മോഷൻ എന്നുള്ളത് ടു ആൻഡ് ഫ്രോ മോഷനാണ്. ബാക്കിയുള്ളതൊന്നും എന്തല്ല, ഇങ്ങനെ ഒരു റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ അല്ല. മില്ലിംഗ് മെഷീനിലാണെങ്കിലും മറ്റ് ടൊററ്റ് ലെയ്ത്തിലാണെങ്കിലും ഡ്രില്ലിംഗ് മെഷീനിലാണെങ്കിലും ഒന്നും എന്തല്ല, ഒരു റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ അല്ല അവിടെ സംഭവിക്കുന്നത്. മറിച്ച് അവിടെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ ഷേപ്പർ മെഷീനിലാണ് ഇങ്ങനെ റെസിപ്രൊക്കേറ്റിംഗ് ആക്ഷൻ സംഭവിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്നുള്ളത് ഷേപ്പറിൽ മാത്രമല്ല, വേറെ ഒരു മെഷീനിലും കൂടെ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. അത് സ്ലോട്ടിംഗ് മെഷീനിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മെഷീനാണ് സ്ലോട്ടിംഗ് മെഷീൻ. സ്ലോട്ടിംഗ് മെഷീനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം സംഭവിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഈ ഷേപ്പർ വർക്ക് ചെയ്യുന്നത്? ഷേപ്പറിൽ ആക്ച്വലി ഇതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിരിക്കും. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ആ ടൂളിന് എന്തുണ്ടാവും, ഒരു പോയിന്റ് മാത്രമേ കട്ട് ചെയ്യാനുള്ള പോർഷനായിട്ട് ഒരു സിംഗിൾ പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. അതെന്ത് ചെയ്യും, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെസിപ്രൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വർക്ക് പീസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ റെസിപ്രൊക്കേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്ക് പീസ് എന്താണ്, റിജിഡായിട്ട് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടേബിളിൽ. ആ ടൂള് വന്നിട്ട് എന്ത് ചെയ്യും, അതിൽ ഇങ്ങനെ വന്ന് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഫോർവേഡായിട്ടുള്ള മൂവിങ്ങിൽ ഈ മെറ്റീരിയലിൻ്റെ കട്ടിങ് സംഭവിക്കുകയും
ആ ഒരു സ്ട്രോക്കിനെ നമ്മൾ കട്ടിംഗ് സ്ട്രോക്ക് എന്നാണ് പറയാം. എന്നാൽ ഈ റാം ബാക്ക്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ റെസിപ്രോക്കേറ്റിങ്ങിൻ്റെ ബാക്കിയുള്ള സെക്കൻഡ് ഹാഫ് മോഷനിൽ ബാക്കോട്ട് ഈ ടൂള് പോകുമ്പോൾ അവിടെ കട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഐഡിൽ സ്ട്രോക്ക് എന്നാണ് പറയുക, അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് നമ്മൾ പറയും. ഈ ഐഡിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് സ്ട്രോക്കിനേക്കാളും, അതായത് മെറ്റൽ കട്ട് ചെയ്യുന്ന ആ സ്ട്രോക്കിനേക്കാളും എളുപ്പത്തിൽ റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കുന്നുണ്ട് ഒരു ഷേപ്പർ മെഷീനിൽ. അത് സാധ്യമാക്കുന്നത് ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം വഴിയാണ്. അപ്പോൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിൽ പെട്ടെന്ന് ഐഡിൽ സ്ട്രോക്കിൽ അതിന് വേഗം തിരിച്ച് വരാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ ഷേപ്പർ? ഒരു ഷേപ്പറിന്റെ ഭാഗമല്ലാത്ത പാർട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനിൽ ബുൾ ഗിയർ, റാം, ടെയിൽ സ്റ്റോക്ക്, ക്ലാപ്പർ ബോക്സ്, ഇങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷേപ്പറിലുള്ള ഭാഗങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യമായിട്ടുള്ളത് അതിനൊരു ബേസ് ഉണ്ടാവും. ഈ ഭാഗത്തിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുക. ഇതൊരു കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ പോർഷനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോഡിയിലാണ് അതിൻ്റെ എല്ലാ മെക്കാനിസവും, ഒരു ഷേപ്പറിൻ്റെ എല്ലാ മെക്കാനിസം കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ് ഈ ഒരു ഹൗസിങ്ങിനകത്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു കോളത്തിനകത്താണ് ഉണ്ടാവുക. പിന്നെ ഒന്നുള്ളത് റാം ആണ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മെഷീൻ്റെ റെസിപ്രൊക്കേറ്റിംഗ് പാർട്ടാണ്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാം എന്ന് പറയുന്നത്. ഈ റാം എന്ത് ചെയ്യും, ഇവിടെ ഒരു ഗൈഡ് വേ ഉണ്ടാവും. ആ ഗൈഡ് വേയിൽ അതിങ്ങനെ ടു ആൻഡ് ഫ്രോ, അല്ലെങ്കിൽ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ സാധ്യമാക്കുന്നത് ഗൈഡിലൂടെയാണ്. ഈ റാമിന്റെ എൻഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തിനെയാണ് ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്നത്. ക്ലാപ്പർ ബോക്സിനകത്താണ് എന്തിരിക്കുന്നത്, ടൂൾ ഹെഡ് ഇരിക്കുന്നത്. അതിലാണ് എന്തുണ്ടാവുക, ടൂൾ ഉണ്ടാവുക. അപ്പോൾ ഈ റാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്വിക്ക് റിട്ടേൺ മെക്കാനിസമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള റിട്ടേൺ സ്ട്രോക്കിന്റെ മോഷൻ കുറച്ചും കൂടെ സ്പീഡിൽ സംഭവിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ക്രോസ് റെയിലുകളാണ്. ക്രോസ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോളത്തിലാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ക്രോസ് റെയിൽ. ഇങ്ങനെ റെയിൽ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയും റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ക്രോസ് റെയിൽ കൊടുത്തിട്ടുള്ളത്? ഇവിടെ വെർട്ടിക്കലായിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും റെയിലുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടേബിളിനെ എലിവേറ്റ് ചെയ്യാനാണ്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേബിൾ എന്ന് പറയാം. അപ്പോൾ ഈ ടേബിളിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റെയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ടേബിളിനെ ക്രോസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള മോഷന് വേണ്ടിയിട്ടുമാണ് മറ്റേ റെയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിലാണ് വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത് ആ ടേബിളിലാണ്. അപ്പോൾ ടീ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ടീ സ്ലോട്ടുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വർക്ക് പീസിനെ അത് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒന്ന് ബുൾ ഗിയർ ആണ്. നമുക്കറിയാം ഈ മെക്കാനിസം എന്ത് ചെയ്യും, ഈ മെക്കാനിസം സംഭവിക്കുന്നത്, ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം സംഭവിക്കുന്നത് ബുൾ ഗിയർ വെച്ചിട്ടാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, റിട്ടേൺ സ്ട്രോക്ക് എളുപ്പത്തിൽ സംഭവിക്കാനുള്ള കാരണം ഈ ബുൾ ഗിയർ ആണ്. അതാണ് ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, റാമിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ, അല്ലെങ്കിൽ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ എളുപ്പം സംഭവിക്കുന്നത്. ഇനി ഇപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഷേപ്പറിന്റെ ഭാഗമാവാത്തത് ഏതാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ടെയിൽ സ്റ്റോക്ക്. ഈ ടേം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ടെയിൽ സ്റ്റോക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് ലെയ്ത്തിലാണ്, അല്ലേ? ലെയ്ത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് എന്ത്, ടെയിൽ സ്റ്റോക്ക് എന്നുള്ളത്. എന്താണ്, അവിടെ ഒരു ഐഡിൽ സെന്റർ ഉണ്ടാവും. ജസ്റ്റ് ലോങ്ങർ ആയിട്ടുള്ള വർക്ക് പീസുകളെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ടെയിൽ സ്റ്റോക്കിന്റെ ജോലി. അപ്പോൾ ഇതിന്റെ ആൻസർ ഷേപ്പറിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്, ടെയിൽ സ്റ്റോക്കാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ഒരു ഷേപ്പറിൽ വർക്ക്, റെസിപ്രൊക്കേറ്റ് ആൻഡ് ടൂൾ സ്റ്റേഷനറി, ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. വർക്ക് എങ്ങനെയാണ്, ടൂൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഷേപ്പറിൽ ശരിക്കും റാം റെസിപ്രൊക്കേറ്റ് ചെയ്യാണ്, അല്ലേ? ക്ലാപ്പർ ബോക്സിലുള്ള ടൂൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സാധനം റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ടൂള് സ്റ്റേഷനറി അല്ല, അല്ലേ? ടൂൾ ഒരിക്കലും സ്റ്റേഷനറി അല്ല. അപ്പോൾ ടൂൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വർക്ക്, ഇപ്പോൾ നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക, വർക്ക് പീസ് വെച്ചിട്ടുണ്ടാവുക. അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. അത് ഏത് പൊസിഷനിലാണോ ക്ലാമ്പ് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ അതിനെ ക്ലാമ്പ് ചെയ്ത് വെച്ചാൽ പിന്നെ അതെന്താണ്, സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുക. നമുക്ക് ടേബിളിനെ നേരത്തെ പറഞ്ഞു എലിവേറ്റ് ചെയ്യാനും ക്രോസ് ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റും. എന്നാലും നമുക്ക് വൺസ് അതൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്ലാമ്പ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ വർക്ക് പീസ് എന്താണ്, സ്റ്റേഷനറി ആണ്. എന്നാൽ ടൂള് അവിടെ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മറ്റൊരു ഓപ്ഷനിലുള്ളത് ടൂള് മൂവ്സ് ഓവർ ദം എന്നാണ്. ടൂൾ അതിന് മുകളിലൂടെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ടൂൾ അതിന് മുകളിലൂടെ ട്രാവൽ ചെയ്യല്ല, മറിച്ച് എന്താണ്, ടൂള് റെസിപ്രൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഷേപ്പേഴ്സ് ഈസ് യൂസ് ടു റിമൂവ് മെറ്റൽ ഡ്യൂറിങ് ഇറ്റ്സ് റിട്ടേൺ സ്ട്രോക്ക്? അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണയായിട്ടൊരു ഷേപ്പർ ഫോർവേഡ് സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, മെറ്റലിനെ റിമൂവ് ചെയ്യുന്നത്, അല്ലേ? ഒരു വർക്ക് പീസിലുള്ള മെറ്റലിൻ്റെ ഒരു ഭാഗത്തിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഫോർവേഡ് സ്ട്രോക്കിലാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ റിട്ടേൺ സ്ട്രോക്കിൽ മെറ്റലിനെ റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷേപ്പറുകൾക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ നോർമലി പറയുന്ന ഷേപ്പറുകളെല്ലാം ഫോർവേഡ് സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, മെറ്റലിനെ റിമൂവ് ചെയ്യുന്നത്. റിട്ടേൺ സ്ട്രോക്ക് എന്താണ്, ഒരു ഫ്രീ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ റിട്ടേൺ സ്ട്രോക്കിൽ മെറ്റലിനെ റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷേപ്പറുകളാണ് നമ്മൾ ഡ്രോ ടൈപ്പ് ഷേപ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഡ്രോ ടൈപ്പ് ഷേപ്പർ അല്ലെങ്കിൽ ഡ്രോ കട്ട് ഷേപ്പർ എന്നൊക്കെ പറയും. ഫോർവേഡ് സ്ട്രോക്ക് ഐഡിലായിരിക്കും, റിട്ടേൺ സ്ട്രോക്ക് കട്ടിംഗ് സ്ട്രോക്ക് ആയിരിക്കും. അതായത് ആദ്യത്തെ മൂവ്മെൻറ്റ് ഐഡിലായിട്ട് മൂവ് ചെയ്യും, മെറ്റലിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നു. എന്നിട്ട് റിട്ടേൺ സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നു, അത് മെറ്റലിനെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഇതാണ് ഡ്രോ കട്ട് ഷേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഈ കട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊന്നാണ് എന്ത്, പുഷ് കട്ട് ഷേപ്പർ അല്ലെങ്കിൽ പുഷ് ടൈപ്പ് ഷേപ്പർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നോർമലി പറയുന്ന ഷേപ്പറുകൾ പുഷ് ടൈപ്പാണ്. പുഷ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫോർവേഡിൽ കട്ടിങ്ങും റിട്ടേണിൽ ഐഡിയലായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഷേപ്പറുകളാണ് പുഷ് ടൈപ്പ് ഷേപ്പർ. ഇനി വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ആൻഡ് യൂണിവേഴ്സൽ ഷേപ്പർ? സ്റ്റാൻഡേർഡ് ഷേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂവ്മെൻറ്റ് മാത്രം പോസിബിൾ ആയിട്ടുള്ള ഷേപ്പറുകളാണ് സ്റ്റാൻഡേർഡ് ഷേപ്പർ അല്ലെങ്കിൽ പ്ലെയിൻ ഷേപ്പർ എന്നൊക്കെയാണ് ഇതിന് പറയാം. അതായത് ഹൊറിസോണ്ടലും അതേപോലെ തന്നെ വെർട്ടിക്കൽ മൂവ്മെൻറ്റും മാത്രമേ എന്തിന് പോസിബിൾ ഉള്ളൂ, ടേബിളിന് പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാം. ഈ രണ്ട് മൂവ്മെൻറ്റ് മാത്രമേ സ്റ്റാൻഡേർഡ് ഷേപ്പറിൽ അല്ലെങ്കിൽ പ്ലെയിൻ ഷേപ്പേഴ്സിൽ സാധിക്കുള്ളൂ. എന്നാലൊരു യൂണിവേഴ്സൽ ഷേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അതേപോലെ തന്നെ അതിനെ സ്വിവൽ ചെയ്യാനും ടിൽറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഏതെങ്കിലും ആംഗിളിൽ നമുക്ക് ചെരിച്ചു വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്ത് വെക്കണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂണിവേഴ്സൽ ഷേപ്പർ ഉപയോഗിക്കാം. അപ്പോൾ യൂണിവേഴ്സൽ ഷേപ്പറിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സാധാരണ ടൂൾ റൂമുകളിൽ വൈഡായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂണിവേഴ്സൽ ഷേപ്പറാണ്. ഓക്കെ, ശരിക്കും യൂണിവേഴ്സൽ ഷേപ്പറിൽ ഈ ഡ്രോ ടൈപ്പും പുഷ് ടൈപ്പും ഒക്കെ വരാം കേട്ടോ. അത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. പുഷ് ടൈപ്പും അതേപോലെ തന്നെ ഡ്രോ ടൈപ്പ് എന്നുള്ളത് ആക്ച്വലി കട്ടിംഗ് സ്ട്രോക്കിനെ ബേസ് ചെയ്തിട്ട്, ഡയറക്ഷൻ ഓഫ് ദ കട്ടിംഗ് സ്ട്രോക്കിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഷേപ്പറും യൂണിവേഴ്സൽ ഷേപ്പറും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടേബിളിൻ്റെ ഡിസൈനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ടേബിളിൻ്റെ ഡിസൈനിൽ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും വെർട്ടിക്കൽ മൂവ്മെൻറ്റും മാത്രം പോസിബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഷേപ്പറും എല്ലാ മൂവ്മെൻറ്റും അതായത് സ്വിവലും ടിൽറ്റും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ടേബിളുള്ള ഷേപ്പറുകളാണ് യൂണിവേഴ്സൽ ഷേപ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് കട്ടിംഗ് ടു റിട്ടേൺ സ്ട്രോക്ക് ഓഫ് ഷേപ്പർ ഇസ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ നിന്ന് നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. അത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആണ്. ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഫോർവേഡ് സ്ട്രോക്ക് കുറച്ച് സ്ലോ ആയിരിക്കും, റിട്ടേൺ സ്ട്രോക്ക് കുറച്ച് സ്പീഡിലായിരിക്കും. ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം കാരണമാണ് അത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന രണ്ട് സ്ട്രോക്കുകളുടെ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3:2 ആണ്. ഇതിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കട്ടിങ്ങിന് കൂടുതൽ സമയമെടുക്കുന്നു, അതുകൊണ്ടാണ് 3 വന്നിട്ടുള്ളത്. റിട്ടേണിന് വളരെ കുറച്ച് സമയമെടുക്കുന്നു, അതുകൊണ്ട് അത് 2 വന്നു. കൂടുതൽ സമയമെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കട്ടിംഗ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. എന്നാൽ കുറഞ്ഞ സമയം മാത്രമേ എന്തുണ്ടാവുള്ളൂ, റിട്ടേൺ സ്ട്രോക്കിന് ഉണ്ടാവുള്ളൂ. അതാണ് ആ റേഷ്യോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3:2 ആണ്. അതിൻ്റെ ആ സ്ട്രോക്കുകളുടെ സ്പീഡാണ് പറയുന്നത്. അതാണ് 3:2 എന്നുള്ള റേഷ്യോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സ്ലോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മെഷീൻ ടൂൾ എന്നുള്ളത് സ്ലോട്ടിംഗ് മെഷീനാണ്. അപ്പോൾ സ്ലോട്ടിംഗ് മെഷീന് എന്താണ്, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഷേപ്പർ മെഷീനുകളെ പോലെ തന്നെ ഉള്ള ഒരു മെഷീനാണ് സ്ലോട്ടിംഗ് മെഷീൻ. ശരിക്കും നമുക്ക് പറയാം, നേരത്തെ നമ്മൾ കണ്ട ഷേപ്പർ മെഷീനിൽ ഹൊറിസോണ്ടലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു സ്ലോട്ടിംഗ് മെഷീനിൽ അതൊരു വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഒരു വെർട്ടിക്കൽ ഷേപ്പറാണ് സ്ലോട്ടിംഗ് മെഷീന്. റാം ആണ് എന്ത് ചെയ്യുക, ടൂളിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ റെസിപ്രോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ പോയിന്റ് ടൂളാണ് എന്ത് ചെയ്യുന്നത്, സ്ലോട്ടിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കീ വേ ഓൺ എ ഷാഫ്റ്റ് ഈസ് യൂഷ്വലി കട്ട് ബൈ. അപ്പോൾ കീ വേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെ ഒരു ഷാഫ്റ്റിൽ കീ വേ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീന് സ്ലോട്ടറാണ്. സ്ലോട്ടറിൽ കീവേയും ഫെദർവേയും അതേപോലെ തന്നെ ഡൗട്ടെയിൽസ് സ്ലോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സ്ലോട്ടറുകളാണ്. ഷേപ്പറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കീവേസ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ടും കീവേസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഷാഫ്റ്റുകളിലെ കീവേസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലോട്ടറുകളാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഓപ്ഷനുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഒന്ന് പ്ലാനറാണ്. പ്ലാനർ എന്താണ് അല്ലെങ്കിൽ പ്ലെയിനിങ് മെഷീൻ എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഇൻ എ സ്ലോട്ടിംഗ് മെഷീൻ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസത്തിൽ റിട്ടേൺ സ്ട്രോക്ക് എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ഇത് നമ്മളുടെ ഷേപ്പർ മെഷീനുകളിലും അതേപോലെ തന്നെ സ്ലോട്ടിംഗ് മെഷീനുകളിലും ഒരുപോലെ ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് അല്ലേ. ഇനി ഇതിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഇൻ എ സ്ലോട്ടിംഗ് മെഷീൻ എന്നാണ്. അപ്പോൾ ഈ സ്ലോട്ടിംഗ് മെഷീനിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇതിൽ റിട്ടേൺ സ്ട്രോക്കിനെയാണ് നമ്മൾ ഐഡിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് അവിടെ ഉണ്ടാവുന്ന ടൈം എന്താണ്, ആ സമയത്തിന് നമ്മൾ ഐഡിൽ ടൈം എന്ന് പറയും. അപ്പോൾ ആ ഐഡിൽ ടൈം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ടു റെഡ്യൂസ് ദി ഐഡിൽ ടൈം എന്നുള്ളതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ലോട്ടർ ഈസ് സ്പെസിഫൈഡ് ബൈ. ഒരു സ്ലോട്ടർ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു റാമിൻ്റെ മാക്സിമം സ്ട്രോക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്ലോട്ടറിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അത് മാത്രമല്ല, മാക്സിമം സ്ട്രോക്ക് മാത്രമല്ല, നമ്പർ ഓഫ് സ്ട്രോക്ക് പെർ മിനിറ്റും അതേപോലെ തന്നെ ടേബിൾ ഡയമീറ്റർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്പെസിഫിക്കേഷന് ഒരു സ്ലോട്ടറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റാമിൻ്റെ മാക്സിമം സ്ട്രോക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ലോട്ടറുകളെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഫീഡ് മൂവ്മെന്റ് ഇഫ് ദ ടേബിൾ മൂവ്സ് ടുവേർഡ്സ് ആൻഡ് എവേ ഫ്രം ദി കോളം ഓഫ് സ്ലോട്ടർ? ഈ സ്ലോട്ടറിൽ കോളത്തിൻ്റെ അടുത്ത് നിന്ന് കോളത്തിന് അടുത്തേക്കും അതേപോലെ തന്നെ കോളത്തിൽ നിന്ന് അകന്നും ടേബിൾ മൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫീഡ് മൂവ്മെന്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് കോളമാണ്. എന്താണ് കോളം? നമ്മൾ നേരത്തെ ഷേപ്പർ മെഷീനുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു സ്ലോട്ടർ മെഷീനുകൾക്കും എന്തുണ്ട്, ഒരു ബേസ് ഉണ്ട്. ഈ ഒരു വെർട്ടിക്കൽ പോർഷനെയാണ് കോളം എന്ന് പറയുക അല്ലേ. നമ്മൾ ഷേപ്പർ മെഷീനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കോളം. ഇവിടെ ഒരു റാം ഉണ്ട്, അത് ഹൊറിസോണ്ടലായിട്ടാണ് മറ്റേതിൽ ഇരുന്നെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ക്ലാപ്പർ ബോക്സ് ഉണ്ട്, അതിലാണ് ടൂൾ ഉണ്ടാവുക. ഇവിടെ ഒരു ക്യാരേജ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു സർക്കുലാർ ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ കോളത്തിൻ്റെ അടുത്തേക്ക് ടേബിൾ മൂവ്സ് ടുവേർഡ്സ് ആൻഡ് എവേ ഫ്രം ദ കോളം സ്ലോട്ടർ എന്നാണ്. അപ്പോൾ ഈ കോളത്തിന് അടുത്തേക്ക് മൂവ് ചെയ്യുക, അതേപോലെ തന്നെ കോളത്തിൽ നിന്ന് അകന്ന് മൂവ് ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു ഫീഡ് മൂവ്മെന്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ആണ്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിന് നമ്മൾ ഫെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നത് കോളത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ആ കോളം എങ്ങനെയാണോ ഇരിക്കുന്നത്, കോളം എങ്ങനെ വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ടേബിളിനെ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റി മൂവ് ചെയ്യുക, അവേ ഫ്രം ദി കോളം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നീക്കുക എന്നുള്ളതാണ് അല്ലേ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ആണ്. ഇനി വേറെ രണ്ട് മൂവ്മെന്റുകളും കൂടി എന്തുണ്ട്, സ്ലോട്ടർ മെഷീനുകളിലുണ്ട്. അതൊന്ന് ക്രോസ് മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് എന്ന് പറയും. ക്രോസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ടേബിളിനെ എന്ത് ചെയ്യുക, കോളത്തിന്റെ ഫേസിന് പാരലായിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അതെന്താണ്, ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്, മുകളിലോട്ടും താഴത്തോട്ടും മൂവ് ചെയ്യുന്ന മൂവ്മെന്റിനെയാണ് ക്രോസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് സർക്കുലാർ മൂവ്മെന്റ് ആണ്. സർക്കുലാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിനെ ഒരു ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ടേബിളിന് നിൽക്കുന്ന ആ ഒരു ആക്സിസിൽ നമ്മളതിനെ സർക്കുലാർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന മൂവ്മെന്റിനെയാണ് സർക്കുലാർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ കനോട്ട് ബി പെർഫോംഡ് ഓൺ എ സ്ലോട്ടർ? താഴെ കൊടുത്തിട്ടുള്ള ഓപ്പറേഷനുകളിൽ ഒരു സ്ലോട്ടർ മെഷീനിൽ ചെയ്യാൻ പറ്റാത്തത് ഏതാണ് എന്നുള്ളതാണ്. അവിടെ കീവേ സ്ലോട്ടിംഗ്, ഡവ്ടെയിൽ സ്ലോട്ടിംഗ്, ഗിയർ കട്ടിംഗ്, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളുടെ സ്ലോട്ടിംഗ് മെഷീനിൽ ചെയ്യാൻ ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കീവേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡവ്ടെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ത്രെഡിങ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ചെയ്യാൻ പറ്റില്ല. സ്ക്വയർ ത്രെഡ് കട്ടിങ് എന്ത് ചെയ്യില്ല, സ്ലോട്ടർ മെഷീനിൽ ചെയ്യില്ല. അത് നമ്മൾ ലെയ്ത്തിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ത്രെഡിങ് ചെയ്യുന്നത് ലെയ്ത്തിലാണ്. അപ്പോൾ സ്ക്വയർ ത്രെഡ് കട്ടിങ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പ്ലെയിനിങ് മെഷീനും അതേപോലെ തന്നെ മില്ലിംഗ് മെഷീനും, ആ രണ്ട് മെഷീനുകളെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.